നമസ്കാരം. വയനാട് മുണ്ടക്കയിൽ ഒറ്റ രാത്രി കൊണ്ട് പ്രകൃതി കലിതുള്ളി പ്രകൃതിയുടെ സംഹാര താണ്ഡവമാടി ജീവിത സ്വപ്നം കണ്ട ആവോളം സ്നേഹിച്ച ഒരുപാട് മോഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമായി നടന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ ഒരു ബോംബ് പതിക്കുന്നത് പോലെ പ്രകൃതി കലിതുള്ളി രൗദ്രഭാവം കാണിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെയും ഒറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടമായി നമ്മുടെ വയനാട്ടിലുള്ള എല്ലാവർക്കും, നമ്മുടെ ഭാരതത്തിന് തന്നെ. വനമേഖലയിലെ കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും പ്രകൃതി ചൂഷണവുമെല്ലാം ദുരന്തത്തിന് കാരണമായതായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. കേരളത്തിലെ വർഷാകാലം ഇപ്പോൾ ഭീതി നിർഭരമാണ്. കാരണം പെട്ടെന്നുള്ള അതിതീവ്ര മഴയും അതുമൂലമുണ്ടാകുന്ന പ്രളയവും കേരളത്തെ അത്രമേൽ ഭയപ്പെടുത്തുന്നുണ്ട്. കൂടാതെ കേരളം കൂടുതൽ കൂടുതൽ പരിസ്ഥിതി ലോല മേഖലയാവുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അതൊരു ഭയപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഓരോ ദുരന്തങ്ങളും നമ്മളെ കാണിച്ചു തരുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറയിലും പുത്തുമല മേഖലയിൽ 3 കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കയും ചുരൻമലയും. പൊതുവെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലയാണ് ഇവയെല്ലാം. അതിനൊപ്പം കനത്ത മഴ കൂടിയായതാണ് ഉരുൾപൊട്ടലിന് പ്രധാന കാരണമാകുന്നത്. 2019 കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ മേഘങ്ങളുടെ കട്ടി കൂടുന്നതാണ് കനത്ത മഴയ്ക്കും തുടർന്നുണ്ടാകുന്ന ഉരുൾപൊട്ടലിനും പ്രധാന കാരണങ്ങളിലൊന്നെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലത്തെ ഏറ്റവും പ്രധാന സംഭവം വയനാട്ടിലേക്ക്, അതായത് ദുരന്ത ഭൂമിയിലേക്ക് മോഹൻലാൽ എത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാക്കേജുകൾ മോഹൻലാൽ വ്യക്തിപരമായി തന്നെ വയനാടിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. നിലവിൽ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മുണ്ടക്കൈ LP സ്കൂൾ പുനർനിർമ്മിച്ച് നൽകുമെന്ന് മേജർ രവി, സംവിധായകനും മേജറുമായ രവി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർമാരിൽ ഒരാളാണ് മേജർ രവി. വിശ്വശാന്തി ഫൗണ്ടേഷൻ വയനാട്ടിലെ ദുരിതബാധിതരായ ജനങ്ങളുടെ പുനരധിവാസ പദ്ധതിക്കായി 3 കോടി നൽകുമെന്ന് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മേജർ രവിയുടെ പ്രഖ്യാപനം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയായിരുന്നു മേജർ രവിയും മോഹൻലാലും. മുണ്ടക്കൈ മേഖല സന്ദർശിക്കവേ ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂൾ കണ്ട് മോഹൻലാലിന്റെ കണ്ണ് നിറയുന്ന കാഴ്ച കാണാൻ ഇടയായെന്നും മുണ്ടക്കൈ LP സ്കൂളിന്റെ പുനരുദ്ധാരണവും വിശ്വശാന്തി ഫൗണ്ടേഷൻ ഏറ്റെടുക്കുന്നുവെന്നും മേജർ രവി വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെയധികം മനുഷ്യ സ്നേഹികളായ വ്യക്തികളാണ് വിശ്വശാന്തി ഫൗണ്ടേഷനിലുള്ളത്. ഫൗണ്ടേഷൻ നൽകുന്ന 3 കോടിയിൽ അവരുടെ എല്ലാം സംഭാവനകളുമുണ്ട്. രാവിലെയാണ് മോഹൻലാലും മേജർ രവിയും വയനാട്ടിലേക്ക് എത്തിയത്. റോഡ് മാർഗമാണ് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തിയത്. ടൊറന്റോയിൽ ബേസ് ക്യാമ്പിലെത്തി സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ദുരന്തമുഖത്തേക്കുള്ള സന്ദർശനം. വയനാടിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ അദ്ദേഹം സംഭാവന നൽകുകയുണ്ടായി. മുമ്പും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് കേരളീയർ. ഈ ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ സുരേഷ് ഗോപിയുമായി ഫോണിൽ സംസാരിച്ച് വയനാടിന് വേണ്ടി എന്തൊക്കെ മോഹൻലാലിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമെന്ന് മോഹൻലാൽ സുരേഷ് ഗോപിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മേജർ രവിയും മോഹൻലാലും കൂടെ ചേർന്ന് വയനാട്ടിലേക്ക് പുതിയൊരു വയനാട് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം വ്യക്തിപരമായി തന്നെ മോഹൻലാലും സുരേഷ് ഗോപിയും കൂടെ ചേർന്നുകൊണ്ട് തന്നെ കേന്ദ്രത്തിനോടുകൂടി കൈകോർത്തുകൊണ്ട് തന്നെ മോഹൻലാലും കേന്ദ്ര സർക്കാരും സുരേഷ് ഗോപിയും കൂടെ കൂട്ടുകെട്ടിൽ ഒരു വയനാടിന്റെ ഒരു നവനിർമ്മാണം വയനാട്ടിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.